ഹലോ, ഒരു പണി വന്നിട്ടില്ലേ? വെൽക്കം ബാക്ക് പറയൂ. ആര്യൻകുട്ടൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടെണ്ണം അമ്മ ഒഴിച്ചിട്ട് മൂന്നാമത്തെ ആര്യൻകുട്ടൻ. ഒരു ദോശ കുഞ്ഞുണ്ടാക്കിക്കോട്ടോ. ആര്യൻകുട്ടൻ്റെ ബട്ടർ ദോശക്കുള്ള ബട്ടർ ആര്യൻകുട്ടൻ ഇടുകയാണേ. ഇടും. ഇത് ഈ മാവ് ഒഴിച്ച ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അതെ ഈ ഒരു പോർഷൻ ബട്ടർ എടുക്കും, എന്നിട്ട് ഈ മാവിന്റെ മിഡിലേക്ക് ഇങ്ങനെ വെക്കും. എന്ത് ക്യൂട്ടായിട്ട് അത് വന്നിരിക്കുന്നേ നോക്ക്. ദേ ആര്യൻകുട്ടന്റെ നല്ല യമ്മി ക്രിസ്പി ബട്ടർ ദോശ. ഹലോ, ഹായ്. എല്ലാവർക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്, അല്ലേ മുത്തേ? ആണോ? അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ആര്യൻകുട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും അത് കൊടുത്താലും ആര്യൻകുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ആര്യൻകുട്ടൻ്റെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വീട്ടിൽ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം ട്രൈ ചെയ്ത രസം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിന്ന് ആര്യൻകുട്ടൻ്റെ ഫേവറേറ്റ് ബട്ടർ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ബട്ടർ ദോശ ഉണ്ടാക്കാൻ കിച്ചണിൽ പോയല്ലോ. ഓക്കെ ഓക്കെ പറയൂ. ഓക്കെ, യെസ് ഗൈസ്, ആര്യൻകുട്ടൻ്റെ ബട്ടർ ദോശ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. ഒന്ന് അരിമാവ്, രണ്ട് നല്ല യമ്മി ബട്ടർ. അപ്പോൾ അരിമാവ് ഫ്രിഡ്ജിലാണുള്ളത്, നമുക്ക് ആദ്യം എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച മാവാണ്, സോ അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ആര്യൻകുട്ടൻ്റെ ഫേവറേറ്റ് ആണ്, അത് ബട്ടറാണ്. നമുക്ക് എപ്പോഴും ഇത്രയും ബട്ടറോടെ സ്റ്റോക്ക് ഉണ്ടാവും. കാണിച്ചു തരാം. എന്തുണ്ടാക്കുമ്പോഴും കുഞ്ഞിന് അതിൽ ബട്ടർ വേണം, അത് വളരെ മസ്റ്റാണ് ഗൈസ്. കാണിച്ചു തരാം. ഓക്കെ, 1 സെക്കൻഡ്. ഇത് മാവ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആ നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് വരാൻ കുറച്ച് നേരം വേണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് സുന്ദരിയായിട്ട് വരാം. എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ളതല്ലേ, പിന്നെ മോർണിംഗ് ടൈമാണ്. അപ്പോൾ ഞാൻ നേരെ എണീറ്റിട്ട് ഇതേ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഒന്ന് എൻ്റെ ഫേസൊക്കെ സെറ്റ് ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സുന്ദരിയായിട്ട് വരാം. അപ്പോഴേക്ക് മാവ് അവിടെ സെറ്റാവും. കമോൺ. അയ്യോ, ടു ഡേഞ്ചറസ്, ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയും കൊണ്ട് പോവാം. ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. നല്ലൊരു പീസ്ഫുൾ ആൻഡ് സൂതിങ് സ്കിൻ കെയർ റിച്വലോട് കൂടി എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നല്ല കൂൾ വാട്ടർ കൊണ്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. നമ്മൾ ഫേവറേറ്റ് പ്രൊഡക്ട്സിൻ്റെ ആ ഒരു കാമിങ് സെൻറ്റ് ഒന്ന് ബ്രീത്ത് ചെയ്യുക. ആൻഡ് ലെറ്റ് ഈച്ച് സ്റ്റെപ്പ് ബി എ ജെന്റൽ റിമൈൻഡർ ദാറ്റ് സെൽഫ് കെയർ ഇസ് എസെൻഷ്യൽ. ലെറ്റ്സ് എംബ്രേസ് ദിസ് ക്വൈറ്റ് ടൈം, ലെറ്റിംഗ് ഗോ ഓഫ് എനി സ്ട്രെസ് ആൻഡ് വെൽക്കം എ ഫ്രഷ് സ്റ്റാർട്ട് വിത്ത് എ ഗ്ലോയിങ് ഹാപ്പി ഫേസ്. നമ്മുടെ സ്കിൻ ശരിക്കും ഈ ഒരു ലവിങ് അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്നില്ലേ? ആൻഡ് സോ ഡു യു. പലപ്പോഴും നമ്മുടെ സ്കിൻ ഇങ്ങനെ ഭയങ്കര ഡ്രൈ, ഡൾ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നാറില്ലേ? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട, നമുക്കൊരു ഓൾ ഇൻ വൺ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ഇൻട്രൊഡ്യൂസിംഗ് എ റെവല്യൂഷണറി സിറം ബൈ ദ ഡെർമാക്കോ സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറം. ഇതിൽ പ്യുവർ കൊറിയൻ മാജിക് ആയിട്ടുള്ള സ്നെയിൽ മ്യൂസിൻ ഉണ്ട്. ഈ സിറം നമ്മുടെ സ്കിൻ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യും, പിഗ്മെന്റേഷൻ ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യും. ഇതിൽ 96% പ്യുവർ സ്നെയിൽ സെക്രീഷൻ ഫിൽട്രേറ്റ് ഉണ്ട്, 2% പെപ്റ്റൈഡ് കോംപ്ലക്സ് ഉണ്ട് ആൻഡ് 2% നയാസിനമൈഡ് ഉണ്ട്. ഇതിലുള്ള പെപ്റ്റൈഡ് കോംപ്ലക്സ് പ്രൊമോട്ട്സ് കൊളാജൻ പ്രൊഡക്ഷൻ ആൻഡ് helps in reducing pigmentation and also helps in improving skin texture. ഇതിലുള്ള നയാസിനമൈഡ് ഓയിൽ കൺട്രോൾ ചെയ്തിട്ട് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് സ്കാർസ് ഫെയ്ഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഡെർമാക്കോ ഈ മാജിക്കൽ സിറത്തിന്റെ ഒരു സ്മോൾ വേരിയന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻ 30 ml ബോട്ടിൽ at just ₹399. Now let me show you this Snail Peptide 96 Under Eye Repair Cream. ഇതിലുള്ള സ്നെയിൽ മ്യൂസിൻ അണ്ടർ ഐ ഏരിയ ഡീപ്പഫ് ചെയ്യും, പ്ലംസ് ചെയ്യും, ലീവിംഗ് ഇറ്റ് ബ്രൈറ്റ് ആൻഡ് ഹൈഡ്രേറ്റഡ്. ഇതിലുള്ള 2% കഫീൻ ഡാർക്ക് സർക്കിൾസ് റെഡ്യൂസ് ചെയ്യും, 1% പെപ്റ്റൈഡ് പഫീനസ് റെഡ്യൂസ് ചെയ്തിട്ട് കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. റിസൾട്ടോ
നോ മോർ ഡാർക്ക് സർക്കിൾസ്, പഫിനെസ്, ജസ്റ്റ് റേഡിയന്റ് ഐസ്. ഈ 2 പ്രൊഡക്ട്സും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഡെർമാക്കോയുടെ വെബ്സൈറ്റിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ എന്നിവയിലും അവൈലബിൾ ആണ്. യൂസ് മൈ കൂപ്പൺ കോഡ് NIMI2024 to get 20% discount on Dermaco's website. The Dermaco has empowered 20,000 plus students this year with their Young Scientist initiative. Every time you buy from them, they link your order to a child that they help educate along with Bhumi. നമ്മുടെ അരിമാവ് നോർമൽ ആയിട്ടുണ്ട്, തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ പാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് 2-3 days ആയി. ഗൈസ്, ഇറ്റ്സ് ദ ബെസ്റ്റ്. കാരണം ആര്യൻകുട്ടിന് ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിലാണ് ഈ ബട്ടർ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു 2-3 days ആയി. നല്ല കിടുക്കാച്ചി ക്രിസ്പി അമ്മി ദോശ അതിലാവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഒരു പാൻ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. സോ ഇതാണ് ആ പാൻ. അത് വെയിറ്റ് ഇല്ലേ? ഇനി തന്നേക്കാവോ? ഇനി അമ്മ നേരെ അടുപ്പ് കത്തിക്കട്ടെ? ഓക്കെ ആണോ? ആർക്ക്? കുറച്ച് പേടിയാവും. ഇപ്പുറത്തിരുന്നാലോ? എന്നാ ബാ, നമുക്ക് ഇപ്പുറത്തേക്ക് ഇരിക്കാം. ഇരിക്കോ. അങ്ങനെ ആക്കാട്ടോ. പിടിച്ചു നോക്കിക്കോളൂ. I hear the sound of empty streets. ആണോ? ഓ, ഇങ്ങനെയാടാ. അങ്ങനെ മിക്സ് ചെയ്യൂ. ഇങ്ങനെ അമ്മേന്റെ മുകളിൽ പിടിക്കൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ മാവ് എടുത്ത് കഴിഞ്ഞാല് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഇനി അമ്മ നോക്കട്ടെ മാവ് സെറ്റായോ നോക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ബട്ടർ എടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആര്യൻകുട്ടൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പ പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. അപ്പ എവിടെയാ പോയത് കുഞ്ഞു പ്രോഗ്രാമിന്? ഓ, ബട്ടർ നിനക്ക് തരാം. എന്നാ കുറച്ചു നേരം അത് വായി വെച്ചെടുക്കാം. അതാണ്. ശരി, അപ്പ എവിടെ പോയത് പറ, എന്ന് തരാം. അപ്പ എവിടെ പോയത്? എന്തിനാ യുവശി പോയത്? പാടാൻ. ആര്യൻകുട്ടനെ അപ്പ പാടാൻ പോയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ബട്ടർ ഉണ്ടാവില്ലേ? സോ ബട്ടർ ഇങ്ങനെ എടുക്കുക. ഈ പാനിലേക്ക് നമ്മൾ ഇങ്ങനെ ആദ്യം ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ അതിലേക്ക് ബട്ടർ ഇതുപോലെ ഇട്ട് വെക്കും കേട്ടോ. ഒഴിക്കാം. ബാ, ഈ ബട്ടർ ഇതിലേക്ക് ഇട്ടോ. ആര്യൻകുട്ടൻ ഇട്ടോ. ബാ, ആര്യൻകുട്ടൻ്റെ ബട്ടർ ദോശക്കുള്ള ബട്ടർ ആര്യൻകുട്ടൻ ഇടുകയാണേ. ഇടും, ഫുള്ളിടേ. ബാക്കി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ ഇങ്ങനെ അതിൻ്റെ അടിയിൽ പിടിക്കും. ഇതാണ് ഇതിങ്ങനെ നമ്മൾ ചെയ്യും അല്ലേ പൊന്നു? ഒരു ദോശ കുഞ്ഞുണ്ടാക്കിക്കോട്ടോ. ഞാൻ ഇതിൽ ബട്ടർ ഇടുമ്പം അത്യാവശ്യം നന്നായിട്ട് ബട്ടർ ഇടും, പിശിക്കാറില്ല. കാരണം ഇവന് മാക്സിമം ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ് ഇഷ്ടം. സോ ഞാൻ നന്നായിട്ട് ഏറ്റവും അടിയിൽ ബട്ടർ ഇടും. അപ്പം അടിയിൽ ഇതുപോലെ ബട്ടർ ഇടുക. ബട്ടർ ഇട്ടിട്ട് 2 അമ്മ ഒഴിച്ചിട്ട് 3ാമത്തെ ആര്യൻകുട്ടൻ. ഇതിലേക്ക് നമ്മൾ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ദേ ഇത്രേ വേണ്ടുള്ളൂ. 1 2 എന്നിട്ട് 3. ഇത് ഈ മാവ് ഒഴിച്ച ഉടനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? അതെ, ഈ ഒരു പോർഷൻ ബട്ടർ എടുക്കും. എന്നിട്ട് ഈ മാവിൻ്റെ മിഡിലേക്ക് ഇങ്ങനെ വെക്കും. അങ്ങനെ നമ്മൾ ഒഴിച്ച എല്ലാത്തിൻ്റെ മിഡിലേക്ക് ഇങ്ങനെ ഒരു ബട്ടറും കൂടെ വെച്ച് കൊടുക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും ബട്ടറിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ബട്ടർ ഭയങ്കര യമ്മിയാണ്. ആര്യൻകുട്ടന് ദോശ ഒഴിക്കണോ? ബാ, എൻ്റെ അമ്മോ നോക്കി ഒഴിച്ചോളോ. റെഡി? ബാ, ശരി, അമ്മ എടുത്ത് തരാം. ചട്ടിക്ക് മുട്ടരുതേ. ഇത് ആര്യൻ ഉണ്ടാക്കുന്നതാ. ഇനി ബട്ടർ ഇടണേ നടുവില്. ഓക്കെ, നമ്മൾ ബട്ടർ കൈമാറ്റായില്ല. അമ്മ ബട്ടർ എടുത്ത് തരാം. ഓക്കെ, എടുക്കൂ ബട്ടർ. അതിടും നടുവിലേക്ക്. തൊടരുത്, തൊടാണ്ട്. അങ്ങനെ ഇത് ആര്യൻകുട്ടൻ്റെ മാത്രം. ഇത് എത്രയാ ബട്ടർ കഴിക്കാന്നറിയോ ഇത്? ഓക്കെ, ഇനി നമ്മൾക്കിത് മറിച്ചിടാം. ഇവിടെ ഇരിക്കുമ്പത്തെ
സോ ഇനി ഈ ദോശ ഇതുപോലെ ഒന്ന് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ എന്ത് ക്യൂട്ടായിട്ട് അത് വന്നിരിക്കുന്നത് നോക്ക്. ക്യൂട്ടാണ് കേട്ടോ. ഇനി ലാസ്റ്റത്തും കൂടി നമ്മൾ മറിച്ചിടുകയാണ്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പം രണ്ട് സൈഡ് ഇങ്ങനെ തിരിച്ചു മറിച്ചിടും. ശരിക്കും പറഞ്ഞാൽ ഈ ടോഡ്ലേഴ്സിന് രാവിലെ കൊടുക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാരണം അവർ ഇഷ്ടത്തോടെ കഴിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിനെ ബട്ടർ, അതുപോലെ തൈര്, പാല്, ഡയറി ഐറ്റംസ് ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ ചീസ് അവർ ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ചോളും. കാരണം ഇത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ. കഴിച്ചു നോക്കുന്നതിന് മുന്നേ യമ്മീന്ന് വയ്യ. രണ്ട് സൈഡ് ഇത്തിരി ആവട്ടെ. ഇപ്പോൾ സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തിട്ട് ഈ ഏജിലുള്ള കുട്ടികൾക്ക് കൊടുത്തു വിടണമെന്നുണ്ടെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ. യമ്മി ആരും കൂട്ടാ. ഇത് ആക്ച്വലി നമ്മുടെ സാധാരണ ദോശച്ചട്ടിയിലും ആവും. പക്ഷേ ഈ ഒരു പാൻ ആവുമ്പോൾ ഉണ്ടല്ലോ അതിൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ ഇതിൽ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കും. പിന്നെ നല്ല ഫ്ലഫി കുഞ്ഞു ഓംലെറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം, സിംഗിൾ എഗ്ഗൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് 4 സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് പ്ലേറ്റിലേക്ക് ദോശ ഇതുപോലെ മാറ്റി വെക്കുകയാണ്. ദോശ റെഡി. കുഞ്ഞിൻ്റെ പ്ലേറ്റിലാണ് വേണ്ടത്. ഓക്കെ ആയിക്കോട്ടെ, കുഞ്ഞിൻ്റെ പ്ലേറ്റിൽ വെച്ച് തരാം കേട്ടോ. ദേ ആര്യൻകുട്ടൻ്റെ നല്ല യമ്മി ക്രിസ്പി ബട്ടർ ദോശ റെഡി. അടിപൊളിയാ? താങ്ക് യു. ഇത് ഇഷ്ടമാണോ ആര്യൻകുട്ടൻ്റെ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ദോശ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ എല്ലാ ദിവസവും പറയും ബട്ടർ ദോശ മതി, ബട്ടർ ദോശ മതി എന്ന് കുഞ്ഞു പറയല്ലേ. അത് ബട്ടറാണ് പൊന്നെ. ഇതല്ലേ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടം കുഞ്ഞിനെ? ചൂടുണ്ടോ? ഓ കുറച്ച് ചൂടുണ്ട്, അതാണ്. ചൂടുണ്ടോ അമ്മ? ഓക്കെ ശരി, നമുക്ക് ബൈ ബൈ പറഞ്ഞാലോ. വീഡിയോയില് കഴിഞ്ഞു, നമ്മുടെ വീഡിയോ കഴിഞ്ഞു. എല്ലാരും നിങ്ങൾ എല്ലാ ബേബീസിനും ഉണ്ടാക്കി കൊടുക്കണേ. യമ്മിയാണ് പറയൂ. താങ്ക് യു. സീ യു ഓൺ അവർ നെക്സ്റ്റ് വീഡിയോ പറയൂ. അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയണം ബേബീസിന് ഇഷ്ടപ്പെട്ടോ. അന്ന് ആര്യൻകുട്ടൻ്റെ ഒരു ബട്ടർ ഓംലെറ്റ് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ പൊടിക്കൈ ദോശകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അടുത്തത് ഒരു ഫേവറേറ്റ് റെസിപ്പി കൂടെ ഉണ്ട്, അതുകൂടി നമ്മളൊരു ദിവസം ട്രൈ ചെയ്യും. സോ താങ്ക് യു ഗൈസ്, ലോട്ട്സ് ഓഫ് ലവ്. ട്രൈ ചെയ്യണേ. ടാറ്റാ ബൈ. Passing by tries to carry all the whispers that it finds. The walls are listening when we talk, making echoes as we walk. There's no one left